ഇസ്ലാം മതം ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ബന്ധുക്കൾക്ക് നേരെ ഭീഷണിയുണ്ടെന്നും പ്രായമായ മാതാവിനെ പോലും അപമാനിച്ചെന്നും സ്വതന്ത്ര ചിന്തക ജാമിയ ടീച്ചർ. പള്ളി സെക്രട്ടറിയും യൂട്യൂബ് ചാനൽ അവതാരകയും വീട്ടിലെത്തിയാണ് ബന്ധുക്കളെ ഭീഷണിപ്പെടുത്തിയതെന്ന് ജാമിയ ടീച്ചർ പറയുന്നു. ഭീഷണിപ്പെടുത്താൻ വന്ന അവതാരകയ്ക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ചാരവനിതയാണെന്നും ജാമിയ ടീച്ചർ ചൂണ്ടിക്കാട്ടി. ജൻ ടിവിയോട് ഭീഷണിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി ജാമിയ ടീച്ചർ. ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഒരു ചാരവനിതയാണിവര്. ഈ സ്ത്രീ എന്റെ സിസ്റ്ററുടെ വീട്ടിൽ പോയത് ഇവരെ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെയുള്ള പലയിടങ്ങളിലും ഇവർ അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞു. അതുപോലെ പള്ളി കമ്മിറ്റിക്കാരനാണ്, പോലീസുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും പോയി അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തുകയും ഫിനാൻഷ്യൽ തട്ടിപ്പിന് ശ്രമിക്കുകയും ചെയ്തതായിട്ട് ഒരുപാട് രേഖകൾ, ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. കൂടെ പോലീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ ചെന്ന് അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തി. സ്വാഭാവികമായും ഇത് കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും. അങ്ങനെ വരുമ്പോൾ മുസ്ലിങ്ങളും ഇസ്ലാം മതം വിട്ടവരും തമ്മിൽ ഒരു ക്ലാഷിനിടയാകും. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ഇവർ വിദ്വേഷമാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇവര് എൻ്റെ മാതാവിനെ, എൻ്റെ പിതാവിനെ, എൻ്റെ പ്രായപൂർത്തിയാകാത്ത മകളെ 3 വർഷം മുമ്പ് വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ച വ്യക്തിയാണ്. ഒരുപാട് ഇരകളാക്കപ്പെട്ട ആളുകളുണ്ട് ഇവര് കാരണം തന്നെ. അപ്പൊ എന്നോടുള്ള വിരോധം കാരണം ഒരുപാട് മുസ്ലിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ മുസ്ലിങ്ങളുടെ പണം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും ബന്ധപ്പെട്ട അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെയും എന്നെയും പരസ്പരം ഗോധയിലേക്ക് ഇറക്കാനും അതുവഴി ഇവർക്ക് ചില താല്പര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശിന് നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഒന്നുകിൽ ഇവരൊരു മാനസിക രോഗിയാണ്, അതല്ലെങ്കിൽ ഇവര് പഠിച്ച ഒരു ക്രിമിനലാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എന്താണ് പ്രശ്നം? ജാമിയ ടീച്ചർ എന്താണ് വിവരിക്കുന്നത്? കൃഷ്ണരാജ്, ഇസ്ലാം മതം പഠിച്ചു, ഒടുവിൽ ആ മതം ഉപേക്ഷിച്ച് അതിൽ ചില അപാകതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ മതം വിട്ട് അത് ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ നിരന്തരം പ്രതിസന്ധികളിലൂടെ കടന്നപ്പെട്ട, അപമാനിക്കപ്പെട്ട ഒരാളാണ് ഈ ജാമിയ ടീച്ചർ. ഇപ്പോൾ സ്വതന്ത്ര ചിന്തകയാണ്. ഏറ്റവും ഒടുവിൽ ഇസ്ലാമിക മതമൗലികവാദികളുടെ അടുത്ത നീക്കമായി ജാമിയ ടീച്ചർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ മതം വിട്ടതിൻ്റെ പേരിൽ തൻ്റെ ബന്ധുക്കൾക്ക് നേരെ പോലും അവരെ പോലും ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണെന്നാണ് ജാമിയ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അതിന് ഇവർ ഇറക്കിയിരിക്കുന്ന ഒരു കാർഡാണ് ഈ ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. ഈ യൂട്യൂബറും ഒരു പള്ളി സെക്രട്ടറി എന്ന് പറയുന്ന ഒരാളും കൂടി ഈ ജാമിയ ടീച്ചറുടെ സഹോദരിയുടെ വീട്ടിലെത്തുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ജാമിയ മതം വിട്ടതിന്റെ പേരിൽ തങ്ങൾക്ക് വിമാനത്താവളത്തിൽ പോകാൻ കഴിയുന്നില്ല, തങ്ങളടക്കമുള്ള മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ അസഭ്യമായ ഭാഷയിൽ ചെന്ന് സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല ഈ ജാമിയ ടീച്ചറുടെ 92 വയസ്സായുള്ള മാതാവിനെ പോലും ഇവർ അധിക്ഷേപിച്ച് അപമാനിച്ചു സംസാരിച്ചു എന്നാണ് ജാമിയ ടീച്ചർ പറയുന്നത്. ഇതിന്റെയൊക്കെ കാരണം ഈ ഇസ്ലാം മതം, ജാമിയ ടീച്ചർ ഇസ്ലാം മതം ഉപേക്ഷിച്ചു. അതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധമായി ഇവർ പറയുന്നത്. ഒരു വ്യക്തിക്ക് ഏത് മതം സ്വീകരിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നത് ഭരണഘടന ഉറപ്പാക്കുന്ന ഒരു അവകാശമാണ്. അത് ചെയ്തതിന്റെ പേരിലാണ് എല്ലാ കാലത്തും ജാമിയ ടീച്ചർ ഈ സമൂഹത്തിന് മുന്നിൽ ചിലർ ഈ ജാമിയ ടീച്ചറെ ക്രൂശിച്ചത്, അല്ലെങ്കിൽ നിരന്തരം പ്രതിസന്ധികൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ജാമിയ ടീച്ചർക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവമാണ് ജാമിയ ടീച്ചർ ജനൻ ടിവിയോട് പങ്കുവച്ചത്. ഇതുവരെ ഈ ജാമിയ ടീച്ചറുടെ ഈ കുട്ടികൾക്കൊക്കെ നേരെയായിരുന്നു ഈ രീതിയിലുള്ള അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ അതൊന്നും കൊണ്ടും ജാമിയ ടീച്ചറുടെ വായടയില്ല എന്ന് മനസ്സിലാക്കിയ ഇസ്ലാമിക മതമൗലികവാദികൾ ഇപ്പോൾ ഈ ജാമിയ ടീച്ചറുടെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ച് അവരിലൂടെ അവരെ അപമാനിച്ചും അവർക്കെതിരെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഒക്കെ തന്നെ ഈ ജാമിയ ടീച്ചർക്ക് എതിരെ അല്ലെങ്കിൽ തനിക്കെതിരെ വരികയാണ് എന്നാണ് ജാമിയ ടീച്ചർ പറയുന്നത്. മാത്രമല്ല ഈ യൂട്യൂബർക്ക് ബംഗ്ലാദേശ് ബന്ധമുണ്ടെന്നും ഈ ബംഗ്ലാദേശിയാണ് ഇവർ വിവാഹം കഴിച്ചതെന്നും ഇവരുടെ മകന്
ഏത് രീതിയിലാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ജാമിദ ടീച്ചർ ഉന്നയിക്കുന്നുണ്ട്. അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാത്രമല്ല, ഈ ഷഫീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ അതൊരു നിസാരമായി നോക്കിക്കാണേണ്ട ഒന്നല്ല. അവർക്ക് പിന്നിൽ മറ്റ് പലരുമുണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ കൂടിയാണ് ജാമിദ ടീച്ചർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും താൻ മതം വിട്ടതിന്റെ പേരിൽ നിരന്തരം തനിക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരന്തരം ഒരു വ്യാജ കേസുകളുടെ ഒരു പരമ്പര തന്നെ ഈ ജാമിദ ടീച്ചർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ നേരിട്ട് ഈ യൂട്യൂബറും പള്ളി സെക്രട്ടറിയുമായിട്ടുള്ള ആള് ജാമിദ ടീച്ചറുടെ സഹോദരിയുടെ വീട്ടിലെത്തുകയും സഹോദരിയെ ഭീഷണിപ്പെടുത്തുകയും അവരറിയാതെ, അവരുടെ അനുവാദം ഇല്ലാതെ തന്നെ അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ ചിത്രീകരിക്കുകയും അവരോട് നിർബന്ധിച്ച് ഇത്തരത്തിൽ ജാമിദയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയണമെന്ന് പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജാമിദ ടീച്ചർ നമ്മോട് സംസാരിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഈ ഷഫീന ബീവി തന്റെ യൂട്യൂബ് ചാനലിലൂടെ നവമാധ്യമങ്ങളിൽ ഇടുകയും ആ രീതിയിൽ കൂടി ഈ തന്റെ കുടുംബത്തെ ഇവർ അപമാനിച്ചു എന്നതാണ് ഈ ജാമിദ ടീച്ചർ പറയുന്നത്. ഇതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, താൻ മതം വിട്ടതിന്റെ പേരിൽ താൻ ഭരണഘടന ഉറപ്പാക്കുന്ന ഒരു അവകാശം അത് താൻ എടുത്തതിന്റെ പേരിലാണ് തനിക്കെതിരെ ഇങ്ങനെ ഒരു നിരന്തരം അധിക്ഷേപങ്ങളും ഉണ്ടാകുന്നത് എന്നാണ് ജാമിദ ടീച്ചർ പറയുന്നത്. എന്തായാലും കൃത്യമായി തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് ജാമിദ ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാവുക. വീണ. ശരി അനഘ.